ശ്രീ അനൂപ് VR 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണിത് എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ UDF ഇപ്പോൾ 10 അഭിപ്രായമാണ്. ഇത് പതിറ്റാണ്ടുകൾ നീണ്ട നിയമപോരാട്ടം നടക്കുന്ന വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് എന്നിരിക്കെ ഗിമ്മിക്കുകളിലൂടെ അപക്വമായ നിലപാടെടുക്കാൻ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു തർക്കം മുന്നണിയിലുണ്ടായത്? അഭിലാഷെ, ആദ്യമേ അങ്ങയോട് പറയട്ടെ, ഇത് UDFലെ ഒരു പ്രശ്നമായി നിങ്ങളതിനെ ലഘൂകരിച്ച് കാണരുത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നൊരു വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം അത് പ്രസക്തമാണ് എന്നതുപോലെ തന്നെ ഏറെ പ്രസക്തമാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ സ്ഥലം. ശബരിമല സന്നിധാനത്ത് നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയെപ്പോലും ഒരു വഖഫ് വിരുദ്ധതയുടെ കേന്ദ്രമാക്കാൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുകയാണ്. കമ്പളക്കാട് വെച്ച് നടന്ന BJPയുടെ ഇലക്ഷൻ കൺവെൻഷനിൽ ഗോപാലകൃഷ്ണനെ പോലെ BJPയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആയ ഒരു മനുഷ്യൻ പറയുന്നത് ശബരിമലയിൽ വാവരുള്ളത് കൊണ്ട് അത് നാളെ വഖഫ് ഭൂമിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ശബരിമലയെപ്പോലും ഈ നാട്ടിലെ സാമാന്യ ജനവിഭാഗങ്ങളെ മൊത്തം മതഭേദമന്യേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വഖഫിനെതിരെ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിനകത്ത് വരുന്നൊരു ചെറിയ വാചകം പോലും അത് കട്ട് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്ത് അത്തരം പ്രചരണങ്ങൾ നടത്താം എന്നുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങേയറ്റം സംയമനത്തോടു കൂടി അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. അല്ല, ആ അവധാനത നിങ്ങളുടെ നേതാക്കൾ കാണിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പാണ് UDF അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ കുറ്റം പറയാനുള്ള വ്യഗ്രതയിൽ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തിയതുകൊണ്ടാണല്ലോ. ഇപ്പൊ മുസ്ലിം ലീഗിൽ ഒരു നേതാവല്ല, പ്രബലരായ നേതാക്കൾ KM ഷാജി, MK മുനീർ, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, KPA മജീദിനും അതേ നിലപാടാണ്. UDFലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിൽ ഒരു പറ്റം നേതാക്കൾ വളരെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുകയാണ്. അവരെ പിന്തുണയ്ക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക് ആ നിലപാടുണ്ട്. ഒപ്പം സാമൂഹ്യ സൗഹാർദ്ദത്തിനാണ് നമ്മൾ മുഖ്യ പരിഗണന കൊടുക്കേണ്ടതെന്ന കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുടെ നിലപാടുകളുണ്ട്. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന് താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, അതിൻ്റെ തലേന്നും മൂട്ടിലും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ല, ഇത്ര സിമ്പിൾ അല്ലേ എന്നൊക്കെ പറയാൻ പോകുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അല്ല, അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താ? പൊതുവിൽ VD സതീശനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ എന്താ? അദ്ദേഹം വളരെ ആർഗ്യുമെൻറ്റേറ്റീവായി താർക്കികനായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനയോട് പ്രതികരിച്ച രീതി അദ്ദേഹം ഒരു സംവാദത്തിനില്ല, അദ്ദേഹം അതിൽ തർക്കിക്കാനില്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് ഉയർത്തുന്ന സ്പിരിറ്റിനെ അംഗീകരിക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിനകത്ത് തുടക്കം മുതൽ മുസ്ലിം ലീഗ് എടുത്ത ഒരു നിലപാടുണ്ട്. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ എടുത്ത ഒരു അങ്ങേയറ്റം മാതൃകാപരമായ നിലപാടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന കോഴിക്കോട് വെച്ച് നടന്ന മീറ്റിങ്ങിൽ കേരളത്തിലെ സുന്നി സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്, മുജാഹിദ് സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തിട്ടുണ്ട്. ഈ വിവാദത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ മറ്റൊരു സമുദായ സംഘടനയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ചെയ്യാത്ത തരത്തിൽ അങ്ങേയറ്റം മാതൃകാപരമായ സഹിഷ്ണുതാപരമായ നിലപാടെടുത്ത് അവിടുത്തെ കുടിയേറ്റക്കാർ കുടിയിറക്കപ്പെടാൻ പാടില്ല, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ അങ്ങേയറ്റം മാതൃകാപരമായ നിലപാടെടുത്തൊരു സംഘടനയല്ലേ കേരളം. അത് മാത്രമല്ല, അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർപ്പാപ്പയെ കൂടി കാണുന്നു. അത് ഇതിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി അതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? കേരളത്തിൽ അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് ഉണ്ടായിക്കൂടാ എന്ന് മാത്രമല്ല, മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണമെന്നുള്ള സതുദ്ദേശപരമായ നിലപാടാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനെയും വഖഫ് ബില്ലിനെയും രണ്ടായി കാണണം. കോൺഗ്രസ് വഖഫ് ബില്ല് നടപ്പിലാക്കപ്പെടണമെന്ന് നിലപാടുള്ളതാ. അന്ന് KC വേണുഗോപാൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, അദ്ദേഹം ക്ലാസിക്കലായി നടത്തിയ ആ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാ. അദ്ദേഹം ഒരു ഗുരുവായൂർ അമ്പല വിശ്വാസിയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് അവകാശം, അതുപോലെ വഖഫ് ബോർഡിന്റെ പാവനത സംരക്ഷിക്കണമെന്ന് നിലപാടെടുത്തതാ. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. മുനമ്പത്തെ താമസക്കാരിൽ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, അവരുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണം. അതേസമയം ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം.
അദ്ദേഹം പറഞ്ഞു ഇതിൽ വിധി പറയാൻ ഞാനൊരു മതപണ്ഡിതനല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ശരി, ഓക്കെ, അപ്പോൾ ഓക്കെ. അദ്ദേഹം ഇന്ന് ആ അദ്ദേഹം കാര്യത്തിൽ അതൊക്കെ എടുത്ത പറഞ്ഞു, നിലപാട് മുൻപ് ഈ എന്തൊക്കെ പറയുന്ന പറഞ്ഞു സ്പിരിറ്റിനെ എന്നുള്ളത് അനുകൂലിച്ചാണ്. കൂടി നമ്മൾ ചർച്ച ചെയ്യണം.